അയ്യേ, ഇവളിത് എന്ത് പണിയെ കാട്ടിയമ്മാ. അതോ ഇവിടെ ഉള്ളവരൊക്കെ അറിഞ്ഞാ പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? നീ എന്തിനാടി അതിനതൊക്കെ അവരുടെ അടുത്ത് പോയി പറയാൻ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞിട്ട് വേണം അത്. എന്തായാലും ഇപ്പൊ അവരെല്ലാരും അറിയും, ആരെങ്കിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള പണിയല്ലേ ഇപ്പൊ അവള് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് കണ്ടാ പറയോ അതിങ്ങനെയൊക്കെ ഒപ്പിച്ചു വെക്കുന്നത് മാനിങ്ങനെ ഇരുന്നും കൊണ്ട്. അതിന് തന്നെ പറയുമ്പോണ്ടാ പൂച്ച കാലം ഉടയ്ക്കുന്ന്. പോയവൾക്ക് ഇപ്പൊ എന്താണ്? അവൾക്ക് പറ്റിയ ആളുടെ കൂടെ അല്ലേ പോയിക്കുന്നത്. നമുക്കല്ലേ നാണക്കേട് മൊത്തം. അവിടെ അയൽവക്കത്തുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവൂലേ? ആവോ, ഞാനും നേരത്തും പറയാൻ പോയിട്ടൊന്നുമില്ല. നീ ചോദിച്ചാൽ തന്നെ ഉള്ളതൊക്കെ പറയുകയും ചെയ്യും. അവളുടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കാണാനില്ലല്ലോ. ഇപ്പൊ ആൾക്കാർ പുറത്തുകൂടെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാന്ന് ആർക്കറിയാം. അവളിൽ നിന്നും ആരും അല്ലാണ്ടൊന്നും പറയില്ലടി. അവളെല്ലാവരും കണ്ണിലുണ്ണിയാണല്ലോ. നീ പറയണമെങ്കിൽ തന്നെ എന്നെ പറയുള്ളൂ. എന്റെ വായി ശരിയില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചെന്നായിരിക്കും പറഞ്ഞുകൊണ്ട് നടക്കണ്ടാവുള്ളൂ. അല്ലാന്നോ, നിങ്ങക്ക് എങ്ങനെ ഇപ്പൊ ഇത് അവൾക്ക് ഇങ്ങനെ ഒരു ഇടപാടുണ്ടെന്ന് മനസ്സിലായി? എന്താ ഇപ്പൊ ഇതിന്റെയൊക്കെ തുടക്കം? തുടക്കപ്പം എന്താ? ആ മുറ്റമൊക്കെ കിടക്കണ കോലം നോക്കാം. സഫ്ന, എന്തമ്മ? എന്താ നിനക്ക് ഇത്ര മലമറിക്കേണ്ട പണി ഇവിടെ? ആ മുറ്റമൊക്കെ കിടക്കണ കോലം നോക്ക്. കാറ്റ് തല വീണിട്ട് ആളിരിക്കാത്ത വീട് പോലെ ഇരിക്കണോ? അപ്പൊ അതൊക്കെ നടിച്ചു വാരി കൂടെ നിനക്ക്. ഞാൻ ടെറസിൽ വെയിലാകുമ്പോഴേക്ക് ആ കൊപ്പറിന്ന് കൊണ്ടേ ഉണങ്ങാടായിരുന്നേ. രാവിലെ എണിച്ചപാടെ എല്ലാവരും ഉമ്മർഭാഗവും നടിച്ചുകൂടെ ചെയ്യുക. ഉള്ളത്തെ പണിയൊക്കെ പിന്നെ ചെയ്താൽ പോരെ. വെയിലാകുമ്പോഴേക്കും ഇത്തിരി വെയിൽ കൊണ്ടാൽ തന്നെ എന്താ, നീ തേഞ്ഞു പോകുവോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലോ, ഓരോ ന്യായീകരണങ്ങൾ ഇങ്ങനെ നിർത്തുക അവള്. 4 വീടത്തെ പണികൾ അവൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴോ കൂട്ട കൂടുള്ളൂ. മിഴിച്ചു നിൽക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേ പോയിട്ട്. അതിന് എങ്ങനെയാണ് പണിന്റെ കോലം അങ്ങനെയാണ്. ഒരു ഉസരും ചൂടിയില്ലാണ്ട് ഇന്നേക്കൊന്ന് നാളേക്കൊന്ന് പറഞ്ഞിട്ട്. എന്താടാ, എന്താ ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ വിളിച്ചിരിക്കണ്? ഇന്ന് പോയില്ല അപ്പൊ നീ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അമ്മ? അല്ലെങ്കിലും തന്നെ എനിക്ക് ആ കാര്യം ഓർമ്മയില്ലാട്ടാ. വയസ്സും പ്രായമൊക്കെ ആയില്ലേ, മറവിയൊക്കെ വരും. എന്നിട്ടെന്താ ചായയും കടിയൊക്കെ കഴിച്ചാ? ഇല്ലമ്മ, ഞാൻ താ എണിച്ചിട്ട് തന്നെ ഉള്ളൂ. നീ കുളിയൊക്കെ കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. എന്നിട്ട് അങ്ങനെ പള്ളിക്കും പോവാ പറഞ്ഞിട്ടാണ്. ജസ്റ്റിനെ മറ്റേ വിളിച്ചാർന്നാ? അവളെ 2 ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് വിശേഷമൊക്കെ അറിഞ്ഞു. രാത്രിയാണ് വിളിച്ചത്. അപ്പോൾ അളിയനും ഉണ്ടായിരുന്നു അവിടെ. അളിയൻ്റെ അടുത്ത് സംസാരിച്ചു. അളിയൻ എന്തോ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങണം പറഞ്ഞായിരുന്നു. അതിനെ പറ്റിയിട്ടൊക്കെ കുറേ വർത്തമാനം പറഞ്ഞിട്ട് വന്നു. അരമണിക്കൂറോളം സംസാരിച്ചിട്ടാണ് വെച്ച്. അത് നന്നായേ ഉള്ളൂ. അല്ലെങ്കിൽ അവനക്കും തോന്നില്ലേ ഒരളിയനുണ്ടായിട്ട് ഒരു ഉപകാരവും ഇല്ലാന്ന്. എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങട്ടെ അല്ലേ. അല്ലാണ്ട് ഇപ്പം ആരാൻ്റെ പണിക്കൊക്കെ പോയി നിന്നിട്ട് ഏത് കാലത്ത് ഒന്ന് പച്ച പിടിക്കുക. സപ്ന എവിടെ? അവളിന് ഇവിടെ എവിടെയും കാണാനില്ലടാ. അപ്പുറത്ത് എന്തൊക്കെയോ പണി തിരക്കിലാ തോന്നുന്നുണ്ട്. നീ എന്നാ വെച്ചോ, വെള്ളിയാഴ്ച അല്ലേ, പള്ളിക്കൊക്കെ പോകാനുള്ളതല്ലേ. ഞാനും അടുപ്പത്ത് ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ട് കുളിക്കാൻ നോക്കട്ടെ. ശരി എന്നാ. മണിക്കൂർ കണക്കായില്ല മുറ്റടിക്കാൻ തുടങ്ങിയിട്ട്. വേഗം ഒന്ന് ചെയ്തിട്ടേ അടുപ്പിൽ ഇത്തിരി വെള്ളം വെക്കേ, എനിക്കൊന്ന് കുളിക്കണം. സഫ്ന, ഇത്തിരി അരിമുളക് ഉണ്ടിട്ട് കിട്ടാന് ഒരു 5-6 മതി. രാവിലേക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയതേ, അപ്പൊ ചട്നി ആയിരിക്കും വിടാ പറഞ്ഞിട്ടേ. ഉണ്ടാവോയ്, നിങ്ങൾ പോയി വലിച്ചോളി. ഞാൻ പോയി വലിക്കാം. എന്താ ഇവിടെ പലഹാരം ഉണ്ടാക്കി? ഒന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ അവിടെ. ചപ്പാത്തിയും കടലക്കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണേ. കടല കുക്കറിലിട്ടിട്ട് ഇപ്പോൾ ഇവിടെ ഒന്ന് അടിക്കട്ടെ പറഞ്ഞിട്ട് വന്നതാ ഞാൻ. എന്നാൽ പോട്ടെ ഇട്ടോളി, നിങ്ങൾ വലിച്ചോളി. എന്നാ ഒന്നും ഒരുങ്ങിയിട്ടില്ലേ? പോയിക്കോ പോയിക്കോ. ഞാൻ എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു നിന്നിട്ട് മറ്റേ ആൾ മുഹൂർത്തം തെറ്റണ്ട. ഞാൻ പോയി വലിക്കാം. എന്താ റുക്കിയത്? ഞാൻ അത്തി അരിമുളക് വലിക്കാൻ പറഞ്ഞിട്ടേ, ചട്നി അരിക്കണതിൻ്റെ കൂടെ ഇടാനേ. അത് ശരി. പറയുമ്പോൾ തന്നെ നല്ല രസമാണ് ചട്നിയിലൊക്കെ ഇട്ടാല്. ഇവിടെ ഉള്ളവർക്ക് പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ലേ. നീ അപ്പം ഇന്നാള് നിന്റെ വീട്ടിൽ ഒരു അരിമുളക് തൈ വെക്കണ കണ്ടായിരുന്നല്ലോ. അപ്പൊ അത് പിടിച്ചില്ലേ? ഇല്ലാന്നോ? ഞാൻ നോക്കി നോക്കിയിട്ട് നേരെ വരുമൊക്കെ ചെയ്തു വിട്ടോളി. അപ്പോഴേക്ക് എൻ്റെ ആട് പോയിട്ടേ അതിന്റെ തൂമ്പൊക്കിയും കടിച്ചു തിന്നു. ആടും മാടും ഉള്ളിടത്തൊന്നും ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പോരെ, ഒരു ചട്നിക്കുള്ളതൊക്കെ ആയല്ലോ. എനിക്കൊരു 5-6 വലിക്കണം. അരിമുളക് ചമ്മന്തി അരയ്ക്കാനേ. ചോറിന് ചോറിന് അരിമുളക് ചമ്മന്തി അരച്ചു പറഞ്ഞാൽ നല്ല ചൊടിയാണ്. എനിക്കിത് മതി, നിങ്ങൾ വലിച്ചോളി. എവിടെ, നിനക്ക് കിട്ടിയില്ലേ? കാണിക്ക് നോക്കട്ടെ. ധാരാളം.
ഒരു ചട്നിക്കൊന്നും അല്ല, നാളേക്കും മറ്റന്നാളേക്കും ഉള്ളതും ഉണ്ടായില്. ചെക്കനാണല്ലോ, ഇവനിപ്പോ വിളിച്ചു വെച്ചല്ലേ ഉള്ളൂ. എന്താടാ? സ്വപ്നല്ലേ അവിടെ? ഓ, അവളത് അടുക്കളയിലുണ്ടല്ലോ. അവളുടെ ഫോണിലേക്ക് ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. അവൾ ഫോൺ അടിക്കണമൊന്നും കേൾക്കണില്ലേണാവോ? നിങ്ങൾ ഈ ഫോണൊന്നും കൊണ്ടേ കൊടുക്കുക അവൾക്ക്. ആവോ, അല്ലെങ്കിലും തന്നെ. എന്നാ എന്തൊക്കെ? എന്താടി നിനക്ക് ചെവിയൊന്നും കേൾക്കില്ലേ? എത്ര നേരമായി വിളിക്കുന്നു നിന്റെ ഫോണിലേക്ക്? ഞാനിവിടെ അടുക്കളയിൽ ഒരു തിരക്കിലായിരുന്നു, ഫോൺ അടിച്ചത് കേട്ടില്ലേ? അപ്പം നിനക്ക് ആ ഫോൺ അടിച്ചാൽ കേൾക്കണം എവിടെയെങ്കിലും വണ്ടി വെച്ചൂടെ? അത്യാവശ്യ കാര്യങ്ങൾക്ക് വിളിക്കാനുള്ളതല്ലേ ഈ ഫോൺ പറയുന്ന സാധനം. നീ ഈ മാസത്തെ ലോൺ എന്ന് അടച്ച് കറക്റ്റ് ഡേറ്റിന് തന്നെ കൊണ്ടേ അടച്ചത്? ഞാൻ എല്ലാ മാസവും കറക്റ്റ് ഡേറ്റിന് തന്നെ അടയ്ക്കല്. എല്ലാ മാസത്തെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, ഈ മാസം 15 അടച്ചോന്നാ ചോദിച്ചത്. എനിക്കന്ന് കൊണ്ടേ അടയ്ക്കാൻ പറ്റിയില്ലക്ക, വയറുവേദനയൊക്കെ ആയിട്ട് വയ്യാണ്ടിരിക്കുകയായിരുന്നേ. പിറ്റേ ദിവസം പോയി അടയ്ക്കാൻ വിചാരിച്ചപ്പോൾ രണ്ടാം ശനിയായിട്ട് ബാങ്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞായറാഴ്ചയും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച അടയ്ക്കാൻ പറ്റിയുള്ളൂ. എത്ര നിസ്സാരമായിട്ട് അവൾ പറഞ്ഞു നോക്കാം. നിനക്ക് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെടി. നിൻ്റെ എല്ലാ സൗകര്യം കഴിഞ്ഞിട്ട് പോയി അടയ്ക്കുമ്പോഴേക്കേ ഇവിടെ പലിശ എത്രയാണ് പോകണമെന്ന് അറിയോ? ഞാൻ നാട്ടിലേക്കൊന്നും വരാണ്ട് കാലാകാലം ഇവിടെ തന്നെ കഷ്ടപ്പെട്ടോട്ടെ പറഞ്ഞിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ നിൻ്റെ അടുത്ത് എപ്പോഴും പറയാനുള്ളതല്ലേ, എന്ത് തിരക്കാണെങ്കിലും ലോൺ എമൗണ്ട് വൈകിക്കണ്ടെന്ന്. ഒരു ദിവസം വൈകിക്കാൻ നല്ല പലിശ വരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാനുള്ളതല്ലേ നിൻ്റെ അടുത്ത്. എന്നിട്ട് അതൊക്കെ അറിഞ്ഞറിഞ്ഞ് നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടേ. നിനക്ക് അവിടെ എന്താ അത്ര മലമറിക്കണ പണിയുള്ളത്? രണ്ടാൾക്കുള്ള വെച്ചുണ്ടാക്കണ പണിയോ? അപ്പോഴാണ് നീ 100,000 തിരക്ക് പറയണത്. ഞാനിവിടെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ മാസം ഒരു തുക അങ്ങോട്ട് അയക്കുന്നത്. എൻ്റെ നല്ല ആയുസ് മുഴുവനും ഞാനിവിടെ കടന്ന് കഷ്ടപ്പെട്ടോട്ടെ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നത്. ഇപ്പം അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഓരോ മന്ദബുദ്ധികളൊക്കെ വന്ന് പെട്ടാ ജീവിതം തൊലഞ്ഞു പോവുള്ളൂ. എന്തിനാടി എൻ്റെ മകൻ എങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? അവളുടെ ഒരു മായനക്കണ്ണീര്. കെട്ടിയ ആണുങ്ങൾ അന്യനാട്ട് പോയി കഷ്ടപ്പെടുമ്പോഴേ അതിനനുസരിച്ച് പെണ്ണുങ്ങൾ നിൽക്കാൻ പഠിക്കണം. ഇത് എൻ്റെ മകനിട്ട് പഴിയെടുക്കാൻ അവൾക്കൊക്കെ അറിയുള്ളൂ. ഉമ്മൻ്റെ മരുന്ന് ലിസ്റ്റും കൂടി തരേ, മരുന്ന് വാങ്ങിട്ട് വരാം. ഒരു പോക്കിന് എല്ലാം കൂടി ചെയ്തിട്ട് വരാലോ പറഞ്ഞിട്ടാണേ. വേണ്ട, അതിന് പിന്നെ ഒരു ദിവസം പോകാം. എനിക്കെന്തായാലും ആശുപത്രിയിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. 3-4 മാസമായി ലിസ്റ്റ് കൊണ്ട് കാട്ടിയിട്ട് മരുന്ന് വാങ്ങണം. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തില്ല പറഞ്ഞാൽ ബിപിയും ഷുഗറും കൂടിയോ കമ്മിയായോ, മരുന്നിൻ്റെ ഡോസ് കൂട്ടണോ കുറയ്ക്കണോ ഒന്നും അറിയില്ല. നീ നിൻ്റെ സൗകര്യം നോക്കുമ്പോഴേക്കും എനിക്ക് വല്ല കേടും പിടിക്കുമോ? അതിനിത് അവിടെ പോവുകയല്ലേ വേണ്ടുള്ളൂ. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോവുക. നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാൻ നോക്ക്. ഞാൻ അവൻ എന്തെങ്കിലും ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ചെയ്യേ, അല്ലെങ്കിൽ അവൻ്റെ വയലിരിക്കും കേൾക്കാൻ നിൽക്കണ്ട. ഒക്കെ പിന്നെ പറഞ്ഞു കൊടുക്കണല്ലേ, ചെറിയ കുട്ടികളെ പോലെ ഒന്നും കണ്ടത് ചെയ്യാൻ അറിയില്ല. ഹലോ. ഹലോ, സ്വപ്നയല്ലേ? അതെ, ആരാണ്? ഞാൻ റിയാസാടി. മനസ്സിലായോ? എൻ്റെ ക്ലാസ്മേറ്റേ. ആ, മനസ്സിലായി. നിനക്കവിടുന്ന് നമ്പർ കിട്ടിയെൻ്റെ? എന്താടി നിൻ്റെ സംസാരത്തിലൊരു പേടി പോലെ? നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? അടുത്തൊന്നും ആരുമില്ല. നീ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ ഞാനും ഉണ്ടായിരുന്നേ. ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും നീ അവിടെ നിന്ന് പോയി. എന്താ നിനക്കൊരു ചേഞ്ചാണ്. പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ നിൻ്റെ കൂടെയുള്ള ആ താത്തല്ലേ, അത് നിന്നെ വിളിക്കുന്നത് കേട്ടു. അപ്പോഴാണ് നീയാന്ന് മനസ്സിലായത്. എന്താ സ്വപ്ന നീ ഒന്നും മിണ്ടാത്തത്? ഭർത്താവിൻ്റെ വീട്ടിലാകും കൊണ്ട് ഇങ്ങനെ ഫോൺ വിളിക്കുന്നതൊക്കെ പ്രശ്നം ഉണ്ടാവില്ലേ? ഞാൻ എന്തായാലും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നീയേ ഒരു കാര്യം ചെയ്യ്, ആരും ഇല്ലാത്തപ്പോഴേ എന്നെ ഒന്ന് വിളിക്കിട്ടാ. എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ആ, ശരി. എവിടേക്കമ്മ പോണേ? ആ സുബൈദാൻ്റെ മകള് പ്രസവിച്ചില്ലേ, അവൾ ആശുപത്രിയിൽ നിന്ന് വന്നിട്ടത്രേ. ഒന്ന് പോയി കുട്ടിനെ കണ്ടിട്ട് വരട്ടെ. ആ, ഞാൻ പണിയൊക്കെ ഒരുങ്ങിയിട്ട് പോകാം.
ഹലോ. ആ സഫ്ന, ആരും ഇല്ലേ ഇപ്പൊ അവിടെ? ആ ഇല്ല, നീ എന്തോ പറയാണ്ട് പറഞ്ഞില്ലേ, അതപ്പം ഞാൻ വിളിച്ചത്. എനിക്കിവിടെ അങ്ങനെ ഫോൺ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അമ്മ ഇവിടെ എല്ലാ സമയം നോക്കിയിട്ട് വിളിച്ചതാണ്. നീ എന്താ വെച്ചാൽ വേഗം കാര്യം പറ. നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കണ്? ഞാൻ നിന്നെ ആ രീതിയിലൊന്നുമല്ല വിളിച്ചത്. അതെനിക്ക് മനസ്സിലാവൂടാ. പക്ഷെ നീ വിളിക്കുമ്പോൾ ഇവിടെ ഇക്കാൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു വെച്ചാൽ അവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരിതിന് വേറെ എന്തെങ്കിലും കഥകൾ ഉണ്ടാക്കി പറയും. നീ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. നിന്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ ഒപ്പം പഠിച്ചതാണ്, പുറത്ത് വെച്ച് കണ്ടപ്പോൾ നമ്പറൊക്കെ വാങ്ങിയിട്ട് വിളിച്ചതാണ് പറഞ്ഞാൽ മതി. വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചതാണ് പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ലേ? പിന്നെ അമ്മായിമാനെ പേടിക്കണോ? അതിലൊന്നും വലിയ കാര്യമില്ലടാ. ഇക്കാനെയാണ് ആദ്യം പേടിക്കേണ്ടത്. ഇക്കാക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ സ്വപ്ന, നീ എങ്ങനെ ഒരു ഫാമിലിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണ്? ഞാൻ പറഞ്ഞില്ലേ നിന്നെ ഇന്നലെ കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി എന്നൊക്കെ. നീയൊക്കെ പഠിച്ച് വലിയ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ വീട്ടിൽ കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്നെ നല്ല പഠിപ്പിക്കുകയൊക്കെ ചെയ്തടാ. പക്ഷേ എനിക്കൊന്നും ആകാൻ പറ്റിയില്ല. പെട്ടെന്ന് എൻ്റെ വാപ്പാക്ക് വയ്യാണ്ടൊക്കെ ആയിട്ട് കിടപ്പിലായി. 2 മാസം ഒന്നിനും പറ്റാണ്ട്, ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ട് കിടപ്പിലായിട്ട് പിന്നെ അങ്ങനെ മരിക്കുകയും ചെയ്തു. പിന്നെ എന്നെ വേറെ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളത് ബാക്കി ഫാമിലി ഉള്ളതിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ അവരായിട്ട് കണ്ടുപിടിച്ച് തന്നതാണ് എനിക്കിങ്ങനെ ഒരു ലൈഫ്. ഇതൊക്കെ എന്നിട്ട് നിന്റെ യോഗാണ് പറഞ്ഞിട്ട് സഹിച്ച് ജീവിക്കാനും നിന്റെ പ്ലാന്? കല്യാണം കഴിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂന്നൊന്നുമില്ല. സ്വന്തം കാലിൽ ജീവിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും സഹിച്ച് കഴിയേണ്ട ആവശ്യമില്ല. നിന്റെ നല്ലതിനാട്ടോ ഞാൻ പറയണ്. നിന്റെ ലൈഫ് ഇങ്ങനെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ജീവിച്ച് കളയണ്ട. ഞാനതൊക്കെ കുറേ ആലോചിച്ചതാടാ. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ഒരു ബാധ്യതയായാലോ പറഞ്ഞിട്ടേ ഒക്കെ സഹിച്ച് കഴിയണം. നോക്ക്, ഞാൻ വെക്കട്ടെ കേട്ടാ. ഇവിടെ ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് വിളിച്ചതാണ്. അമ്മ ഇവിടെ അടുത്ത വീട്ടിലേക്ക് പോയിക്കുകയാണേ, ചിലപ്പോൾ ഇപ്പോൾ വരും. ഞാൻ നോക്കട്ടെ, പിന്നെ എപ്പോഴെങ്കിലും വിളിക്കുക ആരും ഇല്ലാത്ത സമയത്ത്. എന്തോ എൻ്റെ സംസാരം കേൾക്കാൻ ഒരാളിനെ കിട്ടിയപ്പോഴേ ഒരു സന്തോഷം. ഇടയ്ക്ക് മനസ്സ് മരവിക്കുമ്പോൾ നിന്നെ വിളിക്കുക. നീ ഒരു കാരണവശാലും ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടാ. ഇല്ല, നിന്റെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട അടുത്ത സിറ്റുവേഷൻ. ശരി എന്നാ. നിന്നെ ശരിയാക്കി തരാട്ടാ. ആരും ഇല്ലാത്ത നേരം നോക്കി നിനക്ക് ഇതായിരുന്നില്ലേ പണി. ശരിയാക്കി തരട്ടെ നിന്നെ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേ അവൻ ചോദ്യത്തിന് നിന്നില്ല, പറച്ചിലിന് നിന്നില്ല. ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു അവളുടെ അടുത്ത്. അല്ലെങ്കിൽ നീ ഒന്ന് പറയേ, അവൻ പറഞ്ഞതിൽ എന്താ ഒരു തെറ്റുള്ളത്? കണ്ടവന്മാരുടെ കൂടെയൊക്കെ നരങ്ങാൻ പോണവളിനെ ഏതാണ് നിങ്ങൾ വെച്ചോണ്ടിരിക്കുക? എന്തായാലും മനുഷ്യന്മാരുടെ മുഖത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ പിന്നെ വിളിക്കുന്ന. നീ ഇവിടെ ഉള്ളവർ കേട്ട് കുറെ നേരം സംസാരിക്കണ എന്തെങ്കിലും സംശയം തോന്നണ്ട. ഒഴിവുപോലെ പിന്നെ വിളിക്കാട്ടോളിന്ന്. എന്നാ വെച്ചോ. അല്ല, സഫ്നയല്ലേ അത്? സഫ്ന? ആ, റുക്കിയ താത്ത, നിങ്ങളെന്താ ഇവിടെ? ഞാൻ ഇവിടെ ഒരു സ്ഥലം വരെ വന്നതാണേ. നീ ഇതെവിടെ പോയിട്ടാ വരുന്നു? ഞാനിവിടെ അടുത്ത ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് താത്ത, അക്കൗണ്ടന്റ് ആയിട്ടേ. ഇപ്പൊ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ആ, നീ ഇപ്പൊ നിന്റെ വീട്ടിൽ തന്നെ താമസം? ആ, അല്ലാണ്ട് ഞാൻ എങ്ങടാ പോണ്? ഭർത്താവിന്റെ വീട്ടുകാർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. പിന്നെ എന്തിനാ ഞാൻ അവിടെ നിൽക്കണത് താത്ത? ഞാൻ പറയും കൂടെ നിനക്ക് വിഷമമൊന്നും തോന്നണ്ടാട്ടാ. നീ വേറെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നാണ് അവരവിടെയൊക്കെ പറഞ്ഞും കൂടെ നടക്കുന്നത്. അവരങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്കത് വിശ്വസിക്കാൻ തോന്നിയില്ല കേട്ടാ. നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയായിരുന്നു. അവരങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കട്ടെ താത്ത. ഞാൻ അവിടെ നിൽക്കുമ്പോൾ കുറേ അനുഭവിച്ചതല്ലേ. ഇനിയിപ്പോൾ അവരെന്ത് പറഞ്ഞു നടന്നാലും എന്നെ അതൊന്നും ബാധിക്കില്ല. ഞാനിപ്പോൾ എടുത്ത ഈ തീരുമാനം എന്നെ എടുക്കണമായിരുന്നു. അതിലപ്പം എനിക്ക് നഷ്ടം തോന്നണം. വരിന്ന, എൻ്റെ വീട് ഇവിടെ അടുത്താണേ. ഒരു ചായ കുടിച്ചിട്ടൊക്കെ പോകാം. ഇല്ല കുട്ടിയേ, പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ വരാം. ശരി എന്നാ, ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ വരി. പോട്ടേട്ടോളിന്നാ, സമയം ഒരുപാടായേ.